ഇന്നത്തെ വീഡിയോയിൽ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ജയശങ്കർ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ മോസ്കോയിൽ SCO സബ്മീറ്റിൽ ഒരു 20 മിനിറ്റ്സ് സ്പീച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്പീച്ചുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് നിർണായക വിഷയങ്ങൾ, അതായത് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ 2.0 മുന്നോട്ട് പോകുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചന. അതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പാകിസ്ഥാനെയും അതുപോലെ ചൈനയും കൂടി കൗണ്ടർ ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. ഇൻഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചത്. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് ഒരു റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ US കോൺഗ്രസ്സിൽ ഒരു വ്യക്തി, പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു വ്യക്തി, അയാളുടെ ഭാര്യ പാകിസ്ഥാനിയാണ്, ക്രിസ്റ്റഫർ ക്ലാരെ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഈ ക്രിസ്റ്റഫർ ക്ലാരെ വ്യക്തിപരമായിട്ട് ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ട് നൈസിന് ഈ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആൾക്കാർ കൊണ്ട് US കോൺഗ്രസ്സിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരു റിസർച്ച് മോഡൽ എന്നുള്ള നിലയിൽ അവർ അവതരിപ്പിച്ചതാണ്. അതിനകത്ത് ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ ആക്രമണത്തിനെ ചൈനയ്ക്ക് അത് ഗുണകരമായി, പക്ഷേ ഇന്ത്യയെ എതിർത്ത് അറ്റാക്ക് ചെയ്തതിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങളാണ് അതിനകത്ത് ഭയങ്കരമായി സക്സസ്ഫുൾ ആയിട്ട് കാര്യങ്ങൾ നേടിയത്. പക്ഷേ ആ നേട്ടങ്ങൾ ഇൻഡയറക്ട്ലി ചൈനയ്ക്ക് ബെനിഫിറ്റ് ചെയ്തു. ചൈനയുടെ J-17 ബന്ധപ്പെട്ട ചൈന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ചില ഫാബ്രിക്കേറ്റഡ് വീഡിയോ ഒക്കെ പുറത്തിറക്കിക്കൊണ്ട് അതിനെ വ്യാപാര നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു. പക്ഷേ ആക്ച്വലി ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിരുന്നത് അമേരിക്കൻ യുദ്ധവിമാനങ്ങളാണ് എന്നാണ് ആ റിപ്പോർട്ട്. ആ റിപ്പോർട്ട് ഇന്ത്യക്കുള്ളിൽ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട ജയറാം അതിനെ എടുത്തുകൊണ്ട് വലിയ രീതിയിൽ ഇന്ന് പത്രപ്രസ്താവനയും അതേപോലെ X പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്ന് കുറേ മാധ്യമങ്ങൾ, TRT വേൾഡ്, ദ വയർ പോലത്തെ മാധ്യമങ്ങളൊക്കെ ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ഫേക്ക് നറേറ്റീവ് സ്റ്റേറ്റ്മെന്റിനെ വീണ്ടും, ഈ പ്രൊപ്പഗൻഡ സ്റ്റേറ്റ്മെന്റിനെ എടുത്ത് വീണ്ടും ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇതുപോലത്തെ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അടിച്ചിറക്കുന്ന മാധ്യമങ്ങൾ ഉള്ള ഒരു നാട് കൂടിയാണ് ഇന്ത്യ. അപ്പോൾ അമേരിക്ക എന്ത് തന്നെ പറഞ്ഞാലും വെള്ളക്കാരനാണ്, അവൻ നുണ പറയത്തില്ല എന്നുള്ള രീതിയിൽ അതിനെ അങ്ങനെ സാഷ്ടാംഗം നമിച്ചുകൊണ്ട് ഇവിടെ അതുപോലെ തന്നെ ആ പത്രപ്രസ്താവന ഇവിടെ ഇറക്കുന്ന നാടാണ് ഇവിടെയുള്ളത്. ഇവർക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസമോ അല്ലെങ്കിൽ ആ രീതിയിലൊരു റിസർച്ച് അനാലിസിസ് വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. ഈ ക്രിസ്റ്റഫർ ക്ലാരി എന്ന് പറഞ്ഞവന്റെ ഭാര്യ പാകിസ്ഥാനിയാണ്. ഈ പാകിസ്ഥാനി ഇൻഫ്ലുവൻസ് ഉള്ള ഒരാളാണ് ഈ റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുന്നത്. ഈ പാകിസ്ഥാന്റെ ലോബി ഇപ്പോൾ അമേരിക്കയുടെ ഉള്ളിൽ വളരെ ശക്തമാണ്. അവർ ഈ പാകിസ്ഥാനി ലോബിയിങ് ഏത് രീതിയിലാണ് നടത്തുന്നത്, ഇന്ത്യക്ക് ഇങ്ങനെ പോയിട്ട് ഫേക്ക് ആയിട്ട് നറേറ്റീവ് സൃഷ്ടിക്കുന്ന പരിപാടിയില്ല. ഇപ്പം നിലവിൽ അസീം മുനീറിന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്കെതിരെ നിലപാടെടുക്കുന്നതിന് അമേരിക്കയെ വെച്ച് കോയിൻ മൂവ് ചെയ്യുക എന്നുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയെ വെച്ചിട്ട് എങ്ങനെ ഇന്ത്യക്കെതിരെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കാം എന്നുള്ള നിലയിലാണ് പാകിസ്ഥാൻ ചിന്തിക്കുന്നത്. പാകിസ്ഥാൻ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യക്കെതിരെ വരാനുള്ള ഒരു കെൽപ്പ് ഇപ്പോൾ അവർക്കില്ല. അതാണ് യാഥാർത്ഥ്യം. ഈ ഡൽഹിയിൽ നടന്ന ആ ഒരു സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് 4 പുതിയ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പേര് വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലുപരിയായിട്ട് ഒരു മാധ്യമ സ്ഥാപനം റെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രിന്റ് മീഡിയയാണ്. കശ്മീർ ടൈംസ് എന്നാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേര്. ഈ കശ്മീർ ടൈംസിന്റെ ഓഫീസൊക്കെ വിളിച്ച് ഉറപ്പുവരുത്തി കുറച്ച് മാധ്യമ പ്രവർത്തകരെയും വിളിച്ചുകൊണ്ട് പോയാണ് ഇവിടെ റെയ്ഡിന് പോയത്. ആ റെയ്ഡിന് പോകുന്നതിന് മുമ്പേ ഇവർ ഈ തീവ്രവാദ ആക്രമണം നടത്തിയ ഡോക്ടേഴ്സിനെയും അതേപോലെ തന്നെ തീവ്രവാദ ആക്രമണം നടത്തിയ ആ ഒരു പൊട്ടിത്തെറിച്ച അവനെയും ന്യായീകരിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഇവരുടെ പത്രത്തിലൂടെ അടിച്ചിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തിട്ടാണ് അവിടെ റെയ്ഡിന് പോയത്. ആ ഓഫീസ് കയറി പരിശോധിച്ച സമയത്ത് അവിടെ നിന്ന് ആയുധങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ഡയറക്റ്റ് വിറ്റ്നസ് ആയിട്ട് അപ്പം തന്നെ മറ്റുള്ള മാധ്യമങ്ങൾ ഇതിനൊക്കെ ഫോട്ടോ എടുത്ത് കൃത്യമായിട്ട് അവരിത് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കശ്മീർ ടൈംസ് എന്ന് പറഞ്ഞ ഈ ഒരു മാധ്യമം പറയുന്നത് ഞങ്ങളുടെ ഓഫീസ് അതല്ല, ഞങ്ങൾ വേറെ ഓഫീസിലേക്ക് മാറി, ഇത് ഞങ്ങളുടെ പഴയ ഓഫീസാണ്, അത് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഓഫീസായിട്ടേ ഉപയോഗിക്കുന്നില്ല, പക്ഷെ അവിടെ ഇത് എങ്ങനെയാണ് ഇത് വന്നത്, ആയുധങ്ങൾ വന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഉൾട്ടാ സ്റ്റോറിയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെ അവരുടെ അടവുകളാണ്. ഇതിനകത്തൊക്കെ തീവ്രവാദ ബന്ധമുണ്ട്. ഇവരൊക്കെ തന്നെ ഈ തീവ്രവാദികളായിട്ട് തന്നെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. കശ്മീരികളിൽ ശരിക്കും നമ്മൾ വളരെയധികം സൂക്ഷിച്ച് പെരുമാറേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ തള്ളപ്പെട്ടിരിക്കുന്നത്. കാരണം വേറെ ഒന്നുമില്ല, ഇവനിൽ ആരെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതിനകത്ത് റിവോൾവർ ഉൾപ്പെടെ 4 AK ഗൺ ഉൾപ്പെടെ അതുപോലെ പിസ്റ്റൽസ്, റീഫിൽസ് ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് ഇവിടെ നിന്ന്. ഇപ്പൊ പറയുന്നത് 4 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ ആ ഓഫീസ് മുറി ഒഴിഞ്ഞതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവര് 2 തരത്തിൽ, ഒന്നെങ്കിൽ ഇവർ പറയുന്നത് ഈ കേസ് കെട്ടിച്ചമച്ചതാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. രണ്ടാമതിന് അഥവാ ഇവർ വീഡിയോ സഹിതം ഫൂട്ടേജ് സഹിതം ഇതെല്ലാം തെളിവ് സഹിതം ഇവരെ പിടികൂടിയ സ്ഥിതിക്ക് ഇവർ പറയുന്നത് ഞങ്ങളുടെ ഓഫീസ് അതല്ല, ഞങ്ങളുടെ ഓഫീസ് വേറെയാണ് എന്നുള്ള രീതിയിലുള്ള ലൊക്കേഷനൊക്കെ മാറി എന്നുള്ള ആ ഒരു നാടകമാണ് ഇപ്പോൾ അവർ നടപ്പിലാക്കുന്നത്. ഇപ്പം ഇതിനകത്ത് TRT വേൾഡ് എന്ന് പറഞ്ഞൊരു പത്രം, ആ പത്രം അവർ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ ഈ ഒരു ആക്രമണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ, അതായത് ഡൽഹി ആക്രമണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ കശ്മീരിലുള്ള യങ്സ്റ്റേഴ്സ്, യുവാക്കളെ, സ്റ്റുഡൻസിനെ അവരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് കൂടുതലായിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയായിട്ടാണ് ഇവർ ഇത് കൺസേൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് TRT വേൾഡിന്. അന്ന് അപകടം സംഭവിച്ച എല്ലാവരും ഒരു കുഴപ്പമില്ല, അവരൊക്കെ സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. യവന്മാർ ബോംബ് വയ്ക്കാൻ ഇറങ്ങി തിരിച്ചവന്മാർ, അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ ഇനി അതിന് വേണ്ടിയിട്ട് ഈ നമ്മൾ കശ്മീരിൽ പോകാനും പാടില്ല, ഇന്ത്യയുടെ അന്വേഷണ സംഘം കശ്മീരിൽ എത്താൻ പാടില്ല, അവിടെയുള്ള ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല, അവിടുത്തെ സ്റ്റുഡൻസിനെ എല്ലാം നമ്മൾ പൊട്ടിത്തെറിക്കുന്നത് വരെ ഒരു അന്വേഷണത്തിനും വിധേയരാക്കാൻ പാടില്ല, നമ്മൾ മിണ്ടാതെ നമ്മുടെ ജോലി നോക്കിയിരിക്കണം, അവർ പൊട്ടിത്തെറിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരിക്കണം എന്ന് പറഞ്ഞിട്ടാണ്
ഇങ്ങനത്തെ കുറച്ച് മാധ്യമങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒത്താശ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നറേറ്റീവ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മാധ്യമങ്ങളെ ചൂണ്ടിക്കാണിക്കാനാണ് ഞാൻ ഈ വിഷയങ്ങളൊക്കെ ഇവിടെ ഉദ്ധരിച്ചത്. ഇനി നമ്മൾ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ മോസ്കോയിൽ സംസാരിച്ച വിഷയത്തിൽ 2-3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ട്. അപ്പം ഈ പോയിന്റിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഈ ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ച് ഒരു ഫോറത്തിലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് SCO ഫോറമാണ്. അല്ലാതെ മറ്റുള്ള ലോകത്തുള്ള ഒരു സംഘടനയിലും ഇന്ത്യയും പാകിസ്ഥാനും ഒരുമിച്ചില്ല. ഈ സാർക്ക് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ആ സാർക്കിൽ ഇന്ത്യ വന്നാൽ പാകിസ്ഥാൻ പോകില്ല, പാകിസ്ഥാൻ വന്നാൽ ഇന്ത്യ പോകില്ല. അത് വലിയ എഫക്റ്റീവായിട്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളതാണ്. ഈ 20 മിനിറ്റ്സ് സ്പീച്ചിൽ ഇന്ത്യ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു വെച്ചത് തീവ്രവാദത്തിനെതിരെ 0 ടോളറൻസ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ആദ്യം പറഞ്ഞത്. അതായത് അൺകോംപ്രമൈസ്ഡ് എന്നുള്ള നിലയിലാണ് പുള്ളിക്കാരൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. ചൈനയും പാകിസ്ഥാനെയും ഉദ്ദേശിച്ച് തന്നെയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്. പാകിസ്ഥാൻ തീവ്രവാദം നടപ്പിലാക്കുന്ന രാജ്യവും അതുപോലെ തന്നെ ചൈന അതിനെ ഇൻഡയറക്റ്റ് ആയിട്ട് എൻഡോസ് ചെയ്യുന്ന ഒരു രാജ്യം കൂടിയാണ്. അതായത് അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് പല തവണയായിട്ട് ഇന്ത്യ പറഞ്ഞത് നോ എക്സ്ക്യൂസ്, അതായത് പല തവണ ഇന്ത്യ തീവ്രവാദികളുടെ പേര്, പട്ടിക, വിവരങ്ങളെല്ലാം തന്നെ UN ചെന്നിട്ട് പ്രസ്താവനയിലൂടെ പറയുമ്പോൾ അതിനെ എതിർത്തുകൊണ്ട് അതിനെ പലപ്പോഴായിട്ട് വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പലപ്പോഴായിട്ട് തള്ളിക്കളയുന്ന സ്വഭാവമുള്ളത് ചൈനയ്ക്കാണ്. ചൈനയുടെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ പ്രൊട്ടക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഉദ്ദേശം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതായത് പാകിസ്ഥാന്റെ ഒരു സ്പൈ ആയിട്ട് UN ചൈന ആക്ട് ചെയ്യും. അതേസമയം മറ്റുള്ള വിഷയങ്ങളിൽ ഇവിടെ പാകിസ്ഥാൻ ചൈനയുടെ സ്പൈ ആയിട്ട് ഇന്ത്യക്കെതിരെ ആക്ട് ചെയ്യും. ഈ ഒരു രീതിയാണ് തുടരുന്നത്. ഇതിനെയാണ് ജയശങ്കർ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചത്. ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇൻ ലൈവ് എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതിന് ഇത്തവണ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഗ്ലോബലി എക്സ്പോസ് ചെയ്യാണ്. അതായത് എന്തൊക്കെയാണ് പാകിസ്ഥാൻ ചെയ്തത്, ഈ ജയ്ഷ് എന്ന് പറഞ്ഞ ഈ ഒരു സംഘടനയുടെ കണക്ഷൻസ് എവിടെ നിന്നാണ്, ഡൽഹിയിലുണ്ടായ ഒരു പൊട്ടിത്തെറിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെല്ലാം തലത്തിലാണ് ഇവിടെ ഇന്ത്യക്കുള്ളിൽ ഈ തീവ്രവാദികൾ പദ്ധതി നടപ്പിലാക്കിയത് എന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ്, പൂർണ്ണ വിവരങ്ങൾ ലോകത്തോട് ധരിപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന് മുമ്പുള്ളതുപോലെ ഓപ്പറേഷൻ സിന്ദൂർ പെട്ടെന്ന് നടത്തിയിട്ട് എന്നിട്ട് നമ്മളുടെ ടീമിനെ അയച്ച് ഞങ്ങൾ എന്തുകൊണ്ടാണ് പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്തത് എന്നുള്ള നിലയിലുള്ള എക്സ്പ്ലനേഷൻ മറ്റുള്ള പല ലോകരാജ്യങ്ങൾക്കും നമ്മളുടെ ടീമിനെ, ഇന്ത്യയിൽ നിന്ന് ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ടീമിനെ അയച്ച് നമ്മൾ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു, അവരെ കൺവിൻസ് ചെയ്യുമായിരുന്നു. പക്ഷേ ഇത്തവണ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മുൻകൂട്ടി തന്നെ നമ്മൾ പബ്ലിഷ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പം നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഒരു ചെറിയ അളവിലുള്ള പ്രൊവോക്കേഷൻ പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഉടനെ തന്നെ അറ്റാക്ക് നടത്തുമെന്നുള്ള നിലപാടാണ് ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. വി മസ്റ്റ് പ്രൊട്ടക്ട് ഇന്ത്യസ് സോവറിനിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യും. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിൽ ഇങ്ങനെ തീവ്രവാദികളെ വെച്ച് ആക്രമണം നടത്തിയതിനുള്ള മറുപടി ഞങ്ങൾ കൊടുത്തിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതായത് ചിലപ്പോൾ 1 മാസം ആവാം, ചിലപ്പോൾ 1.5 മാസം ആവാം, പക്ഷേ സർപ്രൈസ് ആയിട്ട് ഒരു അറ്റാക്ക് ഇന്ത്യ നടത്തും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്ത്യക്ക് അതായത് ഇപ്പം ആഗോളതലത്തിൽ തന്നെ ഈ തെളിവുകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് റൈറ്റ് ടു ഡിഫെൻഡ് എന്ന് പറഞ്ഞ ആ ഒരു അവകാശം ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് നിലനിർത്തിക്കൊണ്ട് ഒരു അവസരത്തിൽ അറ്റാക്ക് നടത്താനാണ് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജിനെ കുറിച്ചുള്ള ഒരു കമന്റും കൂടി പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞത് റഷ്യ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ റഷ്യൻ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു പ്രൊമോഷൻ നടത്തുന്നുണ്ട്. അതുപോലെ ചൈന മാൻഡറിൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ ഉപയോഗിക്കുന്നുണ്ട്. അതും സ്പെഷ്യലായിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തുണ്ട്. പക്ഷേ SEO എന്ന് പറഞ്ഞ് വരുമ്പോഴത്തേക്കും അതിനകത്ത് ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടണം, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ സംസാരിക്കണം, അതായിരിക്കും ഏറ്റവും കൂടുതലുള്ള മെമ്പേഴ്സിന് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു പോയിന്റ് അവിടെ പറയുകയും ചൈനയും റഷ്യയും മാത്രമാണ് ഇതിനകത്ത് ഒരു രീതിയിലുള്ള അഭിപ്രായവും പങ്കുവയ്ക്കാത്തത്. കാരണം വേറെ ഒന്നുമില്ല, അവർ ഇംഗ്ലീഷിൽ സംസാരിക്കില്ല. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം. അവരുടെ ലാംഗ്വേജിലാണ് അവർ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ വെച്ചുകൊണ്ടാണ് മറ്റുള്ള മെമ്പേഴ്സ് മനസ്സിലാക്കുന്നത്. പക്ഷേ അതേ സാഹചര്യത്തിൽ ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയൻ കൂടി ജയശങ്കർ അവിടെ ഷെയർ ചെയ്തു. മെജോറിറ്റി രാജ്യങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. SEO സമ്മിറ്റ് എന്ന് പറയുന്നത് നോട്ട് ഓൺലി എൻ എക്കണോമിക് ഓർഗനൈസേഷൻ, ഇത് എക്കണോമിക് സാമ്പത്തികമായിട്ട് ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ മാത്രമല്ല. ഇതിൽ ചൈനയാണെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ അവരുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് എല്ലാം തന്നെ ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ചൈനയുടെ പ്രധാനപ്പെട്ട താല്പര്യം തന്നെ അതാണ്, ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് മേഖല എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. റഷ്യ ആണെങ്കിൽ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഡോളറൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോഗ്രാമിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് റഷ്യ എല്ലാ സമയത്തും ഇതിനെ നേതൃത്വം കൊടുക്കുന്നതും അവരുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്ന ആൾക്കാരെയൊക്കെ ആ രീതിയിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം അവർക്ക് സ്വിഫ്റ്റിൽ സാങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റഷ്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഡോളർ ഇതര കച്ചവടം, അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഡോളറൈസേഷൻ എന്നുള്ളൊരു പ്രോഗ്രാമിലാണ് അടിയുറച്ച് നിൽക്കുന്നത് റഷ്യ. പക്ഷേ ഇന്ത്യ അവിടെ തീവ്രവാദത്തിനെതിരെ ആരും തന്നെ ശബ്ദമുയർത്തുന്നില്ല. അപ്പോൾ അവിടെയാണ് ഇന്ത്യ തീവ്രവാദികൾക്കെതിരെ വളരെ ശക്തമായ നിലപാടുമായിട്ട് 0 ടോളറൻസ് അഗെയിൻസ്റ്റ് ടെററിസം എന്നുള്ള രീതിയിൽ കൃത്യമായ പോയിന്റ് പറഞ്ഞുകൊണ്ട് ചൈനയ്ക്കും പാകിസ്ഥാനും ഒരു വെല്ലുവിളി ഉയർത്തുന്നത്. ഇത്രയും നാളും SEO സബ്മിറ്റിനുള്ളിൽ ഇങ്ങനെ തീവ്രവാദത്തിനെതിരെ സൗണ്ട് ആയിട്ട് ആരും തന്നെ സംസാരിച്ചിരുന്നില്ല. അതിനുവേണ്ടി ഒരു റെപ്രസെന്റേറ്റീവ് അവിടെ ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഇല്ലായിരുന്നു പറഞ്ഞാൽ അത് വളരെ ന്യൂട്രൽ ആയിരുന്നു.
അതാണ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ഇത്തവണ വളരെ ശക്തമായിട്ട് ഇന്ത്യ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ ഈ രീതിയിലുള്ള സംസാരങ്ങളും ഡിസ്കഷൻസ് ഒക്കെ അവിടെ വരുന്നുണ്ട്. മോസ്കോയിൽ പാകിസ്ഥാന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള ഇഷാഖ് ദർ അവിടെ ഉണ്ടായിരുന്നു. ഇഷാഖ് ദറും വലിയ രീതിയിൽ ഇന്ത്യയെ എതിർത്ത് സംസാരിക്കാനൊന്നും തുനിഞ്ഞില്ല. ജസ്റ്റ് സിംപ്ലി തലയും കുനിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് പോവുകയാണ് ചെയ്തത്. അല്ലാതെ കൂടുതലായിട്ട് തീവ്രവാദത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടന്ന ആക്രമണം ഇതിനെ ചൊല്ലിയൊന്നും ഒരു രീതിയിലുള്ള കമന്റ് പാസ്സാക്കാൻ പുള്ളിക്കാരൻ കൂട്ടാക്കിയില്ല. റഷ്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ സെർഗെയ് ലാവ്റോവ് കൃത്യമായിട്ട് ഇന്ത്യക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തരികയായിരുന്നു. കാരണം ചൈനയ്ക്കെതിരെയായാലും പാകിസ്ഥാനെതിരെയും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഈ തീവ്രവാദത്തിനെതിരെ സംസാരിക്കാനുള്ള ഒരു അവസരം ഒരുക്കി തരികയായിരുന്നു. ഇന്ത്യക്കുള്ളിൽ നടന്ന തീവ്രവാദ ആക്രമണത്തിന് ഫുൾ പ്രൂഫ് വിൽ ബി ഡിസ്പ്ലേഡ് ടു ദ വേൾഡ് എന്നാണ് പറഞ്ഞു വെച്ചത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രൊസീഡ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് പാകിസ്ഥാനെതിരെയും ബംഗ്ലാദേശിനെതിരെയും അഥവാ ഈ തീവ്രവാദികൾ എവിടെയൊക്കെ തമ്പടിച്ചിരിക്കുന്നുണ്ടോ, ഏതൊക്കെ രാജ്യങ്ങളെ യൂസ് ചെയ്തുകൊണ്ടാണോ ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത്, അവിടേക്ക് തന്നെ കൃത്യമായിട്ട് അറ്റാക്ക് നടത്തും എന്നുള്ളതിന്റെ സൂചനയാണ് ജയശങ്കർ മോസ്കോയിൽ 20 മിനിറ്റ് സ്പീച്ചിൽ പറഞ്ഞു വെച്ചത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിവരങ്ങളാണ് ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.